വെൽക്കം ടു ഫിസിക്സ് വിത്ത് അനുശ്രീ. നമ്മൾ ഇന്ന് ആദ്യം കാണാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സും കറണ്ട് ഇലക്ട്രിസിറ്റിയും തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസിനെ പറ്റിയാണ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കുറിച്ചും കറണ്ട് ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം ചാർജസിനെ കുറിച്ച് അറിവ് വേണം. ഈ ചാർജസ് നമുക്ക് എവിടെയാ വരുന്നത്? ആറ്റത്തിന്റെ അകത്താണ് വരുന്നത്, അല്ലെ? ആറ്റത്തിന്റെ അകത്ത് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. അതിൽ ഇലക്ട്രോൺസിനും പ്രോട്ടോൺസിനും ഞാൻ ഈ പ്ലസ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. എന്തുണ്ട്? ചാർജ് ഉണ്ട്. അതേസമയം ന്യൂട്രോൺസ് ന്യൂട്രൽ ആണ്, അതിലെന്തില്ല? ചാർജ് ഇല്ല. അവിടെ ഈ ആറ്റത്തിന്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ആറ്റത്തിന് ഒരു സെൻട്രൽ കോർ ഉണ്ട്. അതിനെ നമ്മൾ ന്യൂക്ലിയസ് എന്നാണ് വിളിക്കുന്നത്. ഈ ന്യൂക്ലിയസിന്റെ അകത്താണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇരിക്കുന്നത്. അതിന് ചുറ്റും ഓർബിറ്റ്സിലാണ് ആര് പോകുന്നത്? ഇലക്ട്രോൺസ് പോകുന്നത്. എന്നിട്ട് നമ്മൾ ഈ പ്രോട്ടോൺസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രോട്ടോൺസിനെല്ലാം ഒരേ ചാർജാണ്. ഈ ഒരേ ചാർജുള്ള പ്രോട്ടോൺസ് എല്ലാം അത്രയും ചെറിയൊരു സ്പേസിൽ ഇരിക്കണമെങ്കിൽ ആറ്റത്തിന്റെ സൈസ് ചെറുതാണ്, അതിലും ഒത്തിരി ചെറുതാണ് ന്യൂക്ലിയസിന്റെ സൈസ്. ഇതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആറ്റംസും ന്യൂക്ലിയസും എന്ന ചാപ്റ്ററിൽ പഠിക്കാം കേട്ടോ. അപ്പോ ഈ ചെറിയ ന്യൂക്ലിയസിന്റെ അകത്ത് ഇത്രയും നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഒരുമിച്ചിരിക്കുന്നു, അല്ലെ? അവിടുത്തെ ഒരു ഐറണി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവർ പരസ്പരം എന്ത് ചെയ്യാണ്? തള്ളി മാറ്റുകയാണ്. ബിക്കോസ് ലൈക്ക് ചാർജസ് റിപ്പൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും സ്ട്രോങ് ആയിട്ട് റിപ്പൽഷൻ ഉണ്ടായിട്ട് കൂടെ ആ ന്യൂക്ലിയസിന്റെ അകത്ത് ഇവർ ഇരിക്കണമെങ്കിൽ അതിനെ ബൈൻഡ് ചെയ്ത് വെക്കുന്ന ഫോഴ്സ് എത്രമാത്രം സ്ട്രോങ് ആയിരിക്കണം. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കും. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സിന് ചിലവരെ ആരെങ്കിലും നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിച്ച് അത് പാടി നടക്കുന്ന ആൾക്കാര്, അവരൊക്കെ നമുക്കൊരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇവിടെ ഈ ന്യൂക്ലിയസിന്റെ അകത്ത് സംഭവിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. എന്താന്ന് വെച്ചാൽ ഇവര് തമ്മിൽ പരസ്പരം ഭയങ്കരമായിട്ട് റിപ്പൽഷൻ ഉണ്ടെങ്കിൽ പോലും ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആണ്. ഇവരെ അവിടെ ബൈൻഡ് ചെയ്ത് നിർത്തിയേക്കാണ്. അപ്പൊ ശരിക്കും ഇവരെ പിരിക്കണമെങ്കിൽ ഞാൻ അത്രയും മാത്രം എനർജി അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഈ ന്യൂക്ലിയസിന്റെ അകത്തിരിക്കുന്ന പ്രോട്ടോൺസ് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. നമ്മൾ ആരെ തൊടുന്നില്ല? പ്രോട്ടോൺസിനെ തൊടുന്നില്ല, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഈസിലി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്. ആരാ അത്? ഇലക്ട്രോൺസ്. ഇനി ഇലക്ട്രോൺസിനെ കുറിച്ച് നിങ്ങൾ കെമിസ്ട്രിയിൽ നന്നായിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ എഴുതാൻ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. നമുക്കറിയാം നമ്മൾ ഒരു പെർട്ടിക്കുലർ ഓർഡറിലാണ് അതിനെ ഇരുത്തുന്നത്. K, L, M അങ്ങനെ പോകും, അല്ലെ? അപ്പൊ ഈ കെയിലുള്ള ഇലക്ട്രോണിന്റെ എനർജി ആണോ എല്ലില്? അല്ല കേട്ടോ. ഓരോ ഷെല്ലിൽ ഇരിക്കുന്നതിനും ഓരോ ഒരു എനർജിയാണ് ഉള്ളത്. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പോസിറ്റീവും ഈ നെഗറ്റീവും, ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജാണ്, പ്രോട്ടോൺസ് പോസിറ്റീവ്ലി ചാർജാണ്. ഇവർ തമ്മിൽ എന്തുണ്ടാകും? ഒരു അട്രാക്ഷൻ ഉണ്ടാകും. ബിക്കോസ് നമുക്കറിയാം അൺലൈക്ക് ചാർജസ് അട്രാക്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അൺലൈക്ക് ചാർജസ് അട്രാക്ട് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഇവിടെ വരുമ്പോൾ ഈ ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്. ഇവിടെയുള്ള ഓരോ ഇലക്ട്രോണുമായിട്ടും ഈ പ്രോട്ടോണിന് ഈ ഒരു അട്രാക്ഷൻ ഉണ്ട്. പക്ഷേ ദൂരം കൂടും തോറും ഈ ഒരു അട്രാക്ഷന്റെ എനർജി അല്ലെങ്കിൽ ഈ ഒരു അട്രാക്ഷന്റെ ഫോഴ്സ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഇവർ തമ്മിലോട്ട് വലിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, അത് കുറഞ്ഞു വരും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ചെറിയൊരു അജിറ്റേഷൻ, ഒരു തേർമൽ അജിറ്റേഷൻ, അതായത് കുറച്ചൊരു എനർജി. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ഫിസിക്സ് ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു അനൗൺസ്മെന്റ് വരിക, യു ഓൾ ആർ റിക്വസ്റ്റഡ് ടു അസംബിൾ ഇൻ ദ അസംബ്ലി ഏരിയ എന്നോ അല്ലെങ്കിൽ PT ഗ്രൗണ്ട് എന്നോ. അപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷമാണ് ഇവിടെ ഇലക്ട്രോൺസിന് നമ്മൾ കൊടുക്കുന്ന എക്സൈറ്റ്മെന്റ്. അതായത് നമ്മളിവിടെ ഒരു സ്കെയിലിനെ എടുത്ത് സിൽക്ക് ക്ലോത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിലോ നമ്മൾ റബ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻ കോണ്ടാക്ട്, അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ വരികയാണ്. അവിടെ വരുമ്പോൾ രണ്ട് ബോഡി ഉണ്ട്, ഹെയറും സ്കെയിലും. ഇതില് നമ്മൾ അറിയേണ്ട കാര്യം, നമ്മൾ ഏതൊരു ബോഡി എടുത്താലും അല്ലെങ്കിൽ ഏതൊരു ആറ്റം എടുത്താലും ആറ്റം ആസ് സച്ച് ന്യൂട്രൽ ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അകത്ത് ചാർജ് ഇല്ല എന്നാണ് ഒരു ന്യൂട്രൽ ബോഡിയുടെ അർത്ഥം? അല്ല. അതിൻ്റെ അകത്ത് ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവും നെഗറ്റീവും ചാർജസ് ഉണ്ട്. അല്ലാതെ ചാർജ് ഇല്ല എന്നൊരു അർത്ഥം ന്യൂട്രൽ ബോഡിക്ക് ഇല്ല കേട്ടോ. അപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഈ ആറ്റത്തിന്റെ അകത്ത് 10 ഇലക്ട്രോണും 10 പ്രോട്ടോണും ഉണ്ട്. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, പ്രോട്ടോണിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് E+ എന്നാണ്. കാരണം E+ഉം E- എന്ന് പറയുന്നത് എലമെന്ററി ചാർജസ് ആണ് കേട്ടോ. ഈ എലമെന്ററി ചാർജിന് ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ നമുക്ക് എക്സാമിനൊക്കെ ആവശ്യമുള്ളതാണ്. E+ഉം E- എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 കുലംബാണ്. ഇലക്ട്രോൺ ആണെങ്കിൽ നമ്മൾ അതിനെ മൈനസ് എന്ന് വിളിക്കും, പ്രോട്ടോൺ ആണെങ്കിൽ നമ്മൾ അതിനെ പ്ലസ് എന്ന് വിളിക്കും കേട്ടോ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ ആറ്റം ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ അനൗൺസ്മെന്റുമായിട്ട് വരുന്നത്, നമ്മൾ ആ എനർജി കൊടുക്കുന്നത്. അപ്പൊ നമ്മളിവിടെ റബ് ചെയ്യുമ്പോൾ ചില ബോഡിക്ക് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. നമുക്ക് ചില PT പീരീഡ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് പിള്ളേരുണ്ട്, എങ്ങനെയാ
ഏത് പി ടി ആയാലും എന്തായാലും ആ ഗ്രൗണ്ടിന്റെ ഒരു മൂലയ്ക്ക് നമ്മളിരിക്കും, നമുക്ക് കളിക്കുകയും വേണ്ട ഒന്നും വേണ്ട അല്ലെ. പക്ഷെ ചിലവരങ്ങനെയല്ല, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവിടെ ഓടിച്ചാടി നടക്കും. ഇതുപോലാണ് ഈ ഇലക്ട്രോൺസ്. ചില ഇലക്ട്രോൺസ് അവിടെ തന്നെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാ, പ്രത്യേകിച്ച് ഈ ന്യൂക്ലിയസിന്റെ അടുത്തുള്ള ഇലക്ട്രോൺസ്. കാരണം അവർ തമ്മിലൊരു ബോണ്ടിങ് വളരെ കൂടുതലാണ് അല്ലെ. അപ്പൊ ഇവരുടെ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ് ആയതുകൊണ്ട് അവർ പെട്ടെന്ന് ഇറങ്ങി പോകത്തില്ല. പക്ഷെ ഈ അവസാനത്തെ ഷെല്ലൊക്കെ വരുന്ന ആൾക്കാർ, അതായത് ന്യൂക്ലിയസിൽ നിന്ന് ദൂരോട്ട് പോകുമ്പോൾ വരുന്ന ഈ ഇലക്ട്രോൺസ്, അവർക്കൊരു പേരുണ്ടല്ലോ, എന്തായിരുന്നു അത്? അതെ, വാലൻസ് ഇലക്ട്രോൺസ്. ഈ വാലൻസ് ഇലക്ട്രോൺസിന് നമ്മളൊരു എനർജി കൊടുക്കുമ്പോൾ പെട്ടെന്ന് എക്സൈറ്റഡ് ആകുമ്പോൾ അതിന്റെ എനർജി കൂടുതലാണ്. എനർജി കൂടുമ്പോൾ അവൻ അവിടെ തന്നെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല, അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഞാനിങ്ങനെ റബ്ബ് ചെയ്യുമ്പം ഞാൻ എന്തൊക്കെയായിട്ടാണ് റബ്ബ് ചെയ്യുന്നത്? സ്കെയിൽ എടുത്ത് എന്റെ ഹെയറുമായിട്ടാണ് റബ്ബ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ 2 ബോഡീസ് ഉണ്ട്, ഹെയറും ഉണ്ട് സ്കെയിലും ഉണ്ട്. ഇതില് ഹെയർ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ഒരാളാണ് കേട്ടോ, കമ്പയർഡ് ടു സ്കെയിൽ. എപ്പോഴും അങ്ങനെയല്ല, അതിനൊരു പെർട്ടിക്കുലർ ഒരു ചാർട്ട് ഉണ്ട്, ഞാനത് അപ്ലോഡ് ചെയ്തേക്കാം. ആ ചാർട്ടിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ ചാർട്ടിൽ ആദ്യം വരുന്ന ആളും രണ്ടാമത് വരുന്ന ആളും, അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്, മേളിലും താഴെയും. അതിൽ മേളിൽ കിടക്കുന്ന ആളിനെ നമ്മൾ താഴെ കിടക്കുന്ന ആളുകൊണ്ട് റബ്ബ് ചെയ്യുമ്പോൾ മേളിൽ കിടക്കുന്ന ആളിനാണ് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൂടുതൽ. അത് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുതരാം. തൽക്കാലം എന്ത് മനസ്സിലാക്കുക, നമുക്ക് ഹെയറും സ്കെയിലും എടുക്കാം. അതിൽ ഹെയറിനാണ് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ. അങ്ങനെ ഈ ഹെയർ എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്തെന്ന് വിചാരിക്കുക. ഓക്കെ, 2 ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുമ്പം ഇവിടെ എത്ര ഇലക്ട്രോൺസ്? 8 ഇലക്ട്രോൺസ്. ഇതിന്റെ പോസിറ്റീവ് ചാർജസിന്റെ എണ്ണത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഇവിടെ ഇപ്പൊ ന്യൂട്രൽ ആണോ? അല്ല. ആര് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്? പോസിറ്റീവ് ചാർജ് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. 2 പോസിറ്റീവ് ചാർജ് ഡോമിനേറ്റ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ എന്ത് നമ്മളിവിടെ കണ്ടത്? ഹെയർ ഇലക്ട്രോൺസ് ലൂസ് ചെയ്തപ്പോൾ ന്യൂട്രൽ ആയിരുന്ന ഹെയർ ഇപ്പൊ എന്ത് ചാർജ്ഡ് ആയി? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി മാറി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? എക്സാമിന് ചോദിക്കുന്ന പോയിന്റ് എന്താ? ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുമ്പോൾ ബോഡി എന്ത് ചാർജായി മാറുന്നു? ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി മാറുന്നു. അതേസമയം ഈ ഇലക്ട്രോൺസിന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാൻ പറ്റുമോ? ഇല്ല. കൂടെ ടച്ച് ചെയ്ത് ആര് നിപ്പുണ്ട്? സ്കെയിൽ നിപ്പുണ്ട് അല്ലെ. ഈ സ്കെയിലിലോട്ട് ഇത് അങ്ങോട്ട് കയറും. കാരണം സ്കെയിലിന് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്? ഈ ഇലക്ട്രോൺസിനെ ഏറ്റെടുക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ 2 ഇലക്ട്രോൺസിന് സ്കെയിൽ അങ്ങ് എടുക്കും. അപ്പൊ ഇവിടെ സ്കെയിലിനുണ്ടായിരുന്ന ഇലക്ട്രോൺസിന്റെ ഈ പ്ലസ് അല്ല, ഈ മൈനസ് ആണ്. സ്കെയിലിന് ഉണ്ടായിരുന്ന ഇലക്ട്രോൺസിന്റെ കൂടെ 2 പേരും കൂടെ കൂടി, അതായത് നെഗറ്റീവ് ചാർജസ് കൂടി അല്ലെ. അപ്പൊ ഇലക്ട്രോണിന് ഒരു ബോഡി ഗെയിൻ ചെയ്യുമ്പോൾ ആ ബോഡിക്ക് എന്ത് ചാർജാ കിട്ടുന്നത്? നെഗറ്റീവ് ചാർജ് ആണ് കിട്ടുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ 2 ബോഡീസ് തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് എന്താണ്? ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. എന്തുകൊണ്ടാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്? 2ഉം കൂടെ റബ്ബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഫ്രിക്ഷൻ. ആ ഫ്രിക്ഷൻ കൊണ്ട് ബോഡി ചാർജ് ആകുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഉണ്ടാകുമ്പോൾ ആ 2 ബോഡിയിൽ ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്ന ബോഡി എന്ത് ചാർജായി മാറും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടും ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറും. പിന്നെ ഇവിടെ ഈ ചാർജസ് ഒരു ഇൻസുലേറ്റർ, പ്ലാസ്റ്റിക്കിലോട്ടാണ് പോകുന്നത്. പ്ലാസ്റ്റിക് ഒരു ഇൻസുലേറ്റർ ആണ്. ഇൻസുലേറ്ററിന്റെ പ്രത്യേകത എന്താ? ഇൻസുലേറ്റർ ചാർജസിനെ കടത്തിവിടില്ല. അപ്പൊ ഞാൻ ഏത് ഭാഗമാണോ റബ്ബ് ചെയ്യുന്നത് ആ ഭാഗത്തായിരിക്കും എന്ത് വരുന്നത്? ഇലക്ട്രോൺസ് അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് എന്ത് ചെയ്യില്ല, ഇവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് പോകില്ല. മനസ്സിലായോ? അതായത് അവിടെ ഫോം ചെയ്യുന്ന ചാർജസ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആണ്. സ്റ്റേഷനറി ആണെന്ന് പറഞ്ഞാൽ എന്താ? അത് മൂവ് ചെയ്യില്ല. അങ്ങനെ സ്റ്റേഷനറി ആയ ചാർജസിന് ഒരുപാട് എബിലിറ്റീസ് ഉണ്ട്. അതിന് ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റും, അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും, അതിന് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇതിനെല്ലാം കൂടി പഠിക്കുന്നത്. അതായത് സ്റ്റേഷനറി ആയ ചാർജസിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് എന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഒരു കണ്ടക്ടർ എടുത്താൽ ചാർജസിന് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലോ ചെയ്യാൻ പറ്റും. ചാർജസിന് ഫ്ലോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ വരുന്നത്? അവിടെ നമ്മൾ പറയുന്നത് ചാർജസ് ആർ ഫ്ലോയിങ്. അങ്ങനെ ഒഴുകി നടക്കുന്നതിന് പറയുന്ന പേരാണ് കറണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി എന്നല്ല നമ്മൾ വിളിച്ച് പറയേണ്ടത്. കറണ്ടിന്റെ അർത്ഥം എന്താ? ഒഴുകുന്നതെല്ലാം കറണ്ട്. അപ്പൊ വാട്ടർ ഒഴുകിയാൽ നമ്മൾ അതിന് എന്ത് പറയും? വാട്ടർ കറണ്ട്. വിൻഡ് ഒഴുകിയാലോ? വിൻഡ് കറണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ പറയുമ്പോൾ ആരാ ഒഴുകുന്നത്? ചാർജസ്. അങ്ങനെ ചാർജസ് പോകുന്നത് കൊണ്ട് അതെന്തായി?
കറണ്ട് ഇലക്ട്രിസിറ്റി ആയി. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്ത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ചാർജസ്, അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം പഠിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതേ ചാർജസ് തന്നെ മൂവ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഈ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി മനസ്സിലായല്ലോ അല്ലെ? അതുപോലെ നമുക്ക് ആറ്റംസ് എന്താണെന്നും അതിന്റെ അകത്തുള്ള ആൾക്കാരെയൊക്കെ മനസ്സിലായി, എന്തുകൊണ്ടാണ് പോസിറ്റീവ്ലി നെഗറ്റീവ്ലി ചാർജ്ഡ് ആകുന്നതൊക്കെ മനസ്സിലായല്ലോ. മനസ്സിലായെങ്കിൽ പെട്ടെന്ന് ബാക്കിയുള്ള ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്ത് അവരോടൊന്ന് മനസ്സിലാക്കട്ടെ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്നായിട്ട് ഫിസിക്സ് പഠിക്കുക. ഫിസിക്സ് എളുപ്പമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഫിസിക്സിന് നമുക്ക് ടാക്കിൾ ചെയ്തുകൊണ്ട് വരാം. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.